മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടില്ലേ, വൻപയറും മത്തയിലയും കൊണ്ടൊരു ഹെൽത്തി കറി തയ്യാറാക്കിയിരിക്കുകയാണ് മക്കളെ. കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ നല്ലതാണ്. പയറെന്ന് പറയുമ്പോൾ വൻപയർ, ഇതിന് വെള്ളപ്പയറെന്നും പറയുമല്ലോ. അപ്പോൾ ഇത് ഹൈ പ്രോട്ടീനും ഇല എന്ന് പറയുമ്പോൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണല്ലോ. വൈറ്റമിൻസ് എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കണമെന്നാണല്ലോ. ഇതിൻ്റെ പോഷക ഗുണമൊക്കെ കൂടി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഹെൽത്തി കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ നമ്മുടെ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടും. അപ്പം മക്കളെ, ഈ ഹെൽത്തി കറി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നു നോക്കാം. അതിനായിട്ട് ദാണ്ട നമ്മുടെ ബന്ധു വീട്ടിൽ നിന്നാണ് മത്തയില, നല്ല കിളിർന്ന ഇലയാണ് നമ്മളിതിന് എടുക്കേണ്ടത്. അതിൻ്റെ മണ്ടഭാഗവും അതിൻ്റെ കൂമ്പെന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ മണ്ടഭാഗവും ഇതിൻ്റെ ഇലയും കിളിർന്ന ഇലയും ഞാൻ കുറച്ച് ഇഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം ഈ ഇല, പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ പറിക്കുന്ന അതിലെ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തളർത്ത് അതിൻ്റെ ചുണ്ട് ഭാഗവും അതിൻ്റെ തളർത്ത ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വല്ല പൂച്ചിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ ഇതേ രീതിയിലെല്ലാം ചകഞ്ഞൊക്കെ നോക്കണം കേട്ടോ. അതിൻ്റെ കിളിർന്ന തണ്ടും എല്ലാം നന്നായിട്ട് നോക്കി. അതിൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ ചുരുണ്ട് വല്ല പ്രാണിയൊക്കെ ഈ പുഴുവൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതേ രീതിയിൽ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കി ഇതിനകത്ത് പുഴുവൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിത് കഴുകാൻ പാടുള്ളൂ. കഴുകി കഴിയുമ്പം പിന്നെ നമുക്ക് ഇതിനകത്തിരിക്കുന്ന അഴുക്കൊക്കെ കാണാൻ പറ്റത്തില്ല, ശരിയാവത്തില്ല. അപ്പം കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ട ഒരു 150 ഗ്രാം പയറാണ് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 5-8 അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 3-6 വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട് കരിവിനായിട്ട്. അപ്പം നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുക്കറിലേക്ക് മാറ്റുവാണ്. കുക്കറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വെന്തതാണല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച് നമുക്ക് വേവിക്കാം. അതിനായിട്ട് ഞാൻ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിരിക്കുക. എത്ര വേണമെങ്കിലും ചെറിയ ഉള്ളി ഇടാൻ കേട്ടോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയാണ്. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. അപ്പോൾ നമ്മളൊരു 1/4 സ്പൂൺ മുളക് പൊടിയെ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നകക്ക വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം ഇത് കുതിർന്നതായതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. നകക്ക വെള്ളം ഒഴിച്ച് ഇതിനൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മളിത് വേവിക്കാൻ നമ്മൾ അടുപ്പേ വെക്കുന്നുണ്ട്. ഒരു വിസിലടിച്ച് നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമ്മുടെ ഈ ഇലയെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കുനുകുനാന്ന്, അതായത് ചെറിയ ചെറിയ രീതിയിൽ കുനുകുനാന്ന് പറയും ഞാനിതിന്, അങ്ങനെ അരിഞ്ഞിട്ട്. അപ്പം മക്കളെ, ഇത് ഒരു തവണയെങ്കിലും വെച്ച് കഴിച്ചെങ്കിൽ മാത്രമേ ഇതിന് രുചി അറിയുള്ളൂ. എല്ലാവർക്കും അറിയാമായിരിക്കും, വെക്കാത്ത ആൾക്കാർക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കുനുകുനാന്നങ്ങ് അരിഞ്ഞു. എന്നിട്ട് നാരങ്ങ് മാറ്റി, നാരിട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റാണ്. പിന്നെ നെടുകയും കുറുകയും ഇത് നമ്മൾ അരിയുന്നുണ്ട്. കാരണം നമ്മൾ കോരി എടുക്കുമ്പോൾ പിന്നെ നൂല് പോലും ഇങ്ങനെ വരും. അതുകൊണ്ട് നമ്മൾ നെടുകയും കുറുകയും ചെറിയ ചെറിയ ഇലയുടെ കഷ്ണങ്ങളായിട്ട് നമ്മളിതങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന രുചിയാണ് മക്കളെ. ഞാൻ പൊക്കി അല്ല ഒന്നും പറയുമല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകവും വേണം. നമുക്ക് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ അരയ്ക്കാം. നമ്മളിതെല്ലാം നമ്മുടെ പയറിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അരയ്ക്കണ്ട. ഇത് മാത്രം അരച്ചാൽ മതി. തരിതരിപ്പോടുകൂടി അരച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, അതായത് 2.5 ടീസ്പൂണേ ഞാൻ എടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണ. നമ്മുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു 3 ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയെല്ലാം ചൂടുന്ന മൂത്ത് ബ്രൗൺ കളറാവണം. എണ്ണയ്ക്കകത്തിടുന്ന മൂത്ത് ബ്രൗൺ കളറായെങ്കിൽ ഇതിനുള്ള ആ ടേസ്റ്റ് നമുക്ക്
നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വറ്റൽ മുളകും കൂടെ ഒരു 4 വറ്റൽ മുളക് പൊട്ടിച്ച് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് കൂട്ടി ഇളക്കി ഇതൊന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തയില അങ്ങ് ഇട്ട് കൊടുക്കും. നമ്മളിങ്ങനെ ചെയ്തെങ്കിലേ ഇതിൻ്റെ പച്ചപ്പ് മാറി നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ചീനിച്ചട്ടി താളിപ്പിനകത്തോട്ടിട്ട് നമ്മളിത് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിത് അടച്ചു വെക്കും കേട്ടോ. ഇതിനകത്ത് വെള്ളം ചേർക്കരുത്. ഈ മത്തയിലയുടെ വെള്ളത്തിലാണ് ഇത് വേവുന്നത്. അതുപോലെ തന്നെ ഇത് ഡ്രൈ ആയിട്ട് നമ്മളിത് ചിക്കി തോർത്തുകയും ചെയ്ത് ചിക്കി തോർത്താൽ ഇതിൻ്റെ വെള്ളമയം എല്ലാം അങ്ങ് പോകും. ഇങ്ങനെ ചിക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക. 3-4 പ്രാവശ്യം ഞാനിത് അടച്ചു വെക്കുന്നത് കാണിക്കാൻ വിട്ടു. ഈ ചിക്കുന്നത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളിത് ചിക്കി 2-3 പ്രാവശ്യം നമ്മൾ ഓരോ മിനിറ്റ് ഇത് അടച്ചടച്ച് വെക്കുമ്പോൾ ഇതങ്ങ് വെന്തു പോകും. അല്ലെങ്കിൽ നമ്മൾ പയറിനകത്തിട്ട് ഇതങ്ങ് അവിഞ്ഞു പോകും കേട്ടോ. ഇതേ രീതിയിൽ വീണ്ടും നമ്മൾ ചിക്കിയെല്ലാം നമ്മൾ 2-3 തവണ വെച്ചിരുന്നത് വെന്തിട്ടുണ്ട് കേട്ടോ. 3/4 ഭാഗവും വെന്തു. നമ്മളിനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും നമ്മുടെ ബാക്കി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ ഈ പയറിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഈ മത്തയിലയുടെ പുറത്തോട്ട് നമ്മുടെ ഈ പയറങ്ങ് സ്പ്രെഡ് ചെയ്തിടും. കാരണം അത് മൂടിക്കിടന്ന് വീണ്ടും ഈ പയറിൻ്റെ വെള്ളത്തിൽ നമ്മുടെ ആ മത്തയില ഒന്നുകൂടൊന്ന് വേവാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. നമ്മുടെ ഈ പയർ ഉടയ്ക്കരുത് കേട്ടോ. ഉടച്ചാൽ ആ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസമായിരിക്കും. ഉടയാതെ തന്നെ ഇതേ രീതിയിൽ പയർ കിടക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ പയർ കേട്ടോ. അപ്പം നമ്മുടെ പയർ എല്ലാം ഇളക്കി നോക്കിയപ്പോൾ നമ്മുടെ മത്തയില എല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ ആ പയർ അതേ രീതിയിൽ കിടക്കണം കേട്ടോ. അതാണ് ഈ കറിയുടെ ടേസ്റ്റും ഒരു ഭംഗിയും അങ്ങനെയാണ്. നമ്മൾ ഉടച്ച് ചേർക്കരുത്. പയർ ഒരിക്കലും ഉടയ്ക്കാതെ തന്നെ ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ നന്നായിട്ട് പയർ വെന്തിട്ടുണ്ട്, നമ്മുടെ ഇലയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ അരപ്പ് തേങ്ങ ഒരു തരിതരിപ്പോടുകൂടി അങ്ങ് വലിയ ഫൈൻ ആയിട്ട് അരയ്ക്കണ്ട. എന്നിട്ട് ആ തേങ്ങയും അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇട്ടിട്ട് നമ്മളിങ്ങനെ മൂടി വെക്കുന്നുണ്ട്. കാരണം തേങ്ങയുടെ പച്ചച്ചവ ഒന്നും അല്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു ചുവ ഫീൽ ചെയ്യും. അപ്പോൾ അത് അടപ്പ് തുറന്ന് വീണ്ടും ഞാനിത് കൂട്ടി ഇളക്കി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ കുരുമുളക് പൊടി ചേർത്തായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. അത് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ടാവും. അതാണ് ഈ വരുന്ന കുഴപ്പം. അതാണ് നമ്മുടെ ഇല അടച്ചു വെച്ചിട്ടും കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മുടെ പച്ചപ്പൊന്നും മാറാതെ തന്നെ നമ്മുടെ ഇല കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് മക്കളെ. നല്ല ആവശ്യത്തിന് എരിവുമുണ്ട്. ആ കുരുമുളകിൻ്റെ എരിയും ആ പച്ചമുളകിൻ്റെ എരിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും മക്കളെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതിന് രുചി അറിഞ്ഞാൽ പിന്നെ നമ്മൾ മത്തേന ഇലയുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ ഈ കർക്കിടക മാസത്തിലൊക്കെ എല്ലായിടവും വീട്ടിൽ കാണും മത്ത കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. മക്കളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന മക്കൾ അമ്മയ്ക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.